നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. നോർത്ത് യോർക്ക്ഷയറിലെ ഇന്ത്യൻ ടേക്ക്അവേക്ക് മോശം ഹൈജീൻ റേറ്റിംഗ്. UKയിലെ നോർത്ത് യോർക്ക്ഷയറിലുള്ള റെഡ് കാറിലെ സീസൈഡ് തന്തൂരി എന്ന ഇന്ത്യൻ ടേക്ക്അവേക്ക് ഭക്ഷ്യസുരക്ഷാ പരിശോധനയിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിംഗായ 1 സ്റ്റാർ ലഭിച്ചു. സ്ഥാപനത്തിൽ അങ്ങേയറ്റം വൃത്തിഹീനമായ സാഹചര്യമാണെന്നും കസ്റ്റമർക്കും ജീവനക്കാർക്കും കടുത്ത് ഷോക്കടിയേൽക്കാൻ സാധ്യതയുണ്ടെന്നും അപാകതകളുണ്ടെന്നും കണ്ടെത്തി. ഡ്രെയിനിംഗ് ബോർഡിന് മുകളിൽ തടിയുടെ കഷ്ണത്തിൽ സ്ഥാപിച്ച നിലയിലായിരുന്നു ഇവിടെ ഒരു മൈക്രോവേവ് ഓവൻ ഉണ്ടായിരുന്നത്. പരിശോധനയിൽ അടുക്കളയിലെ ഭിത്തികൾ, തറ, ഫ്രിഡ്ജ് ഹാൻഡിലുകൾ, ഓവൻ സ്വിച്ചുകൾ എന്നിവ കടുത്ത് അഴുക്കുപിടിച്ച നിലയിലായിരുന്നു. ജീവനക്കാർക്ക് കൈകഴുകാനുള്ള സിങ്ക് മറ്റ് സാധനങ്ങൾ വെച്ച് തടസ്സപ്പെടുത്തിയ നിലയിലായിരുന്നു. കൂടാതെ പച്ചയിറച്ചി കൈകാര്യം ചെയ്യുന്ന തുണികൾ തന്നെയാണ് കഴിക്കാൻ പാകത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ തുടയ്ക്കാനും ഉപയോഗിച്ചിരുന്നത്. ഇത് ഗുരുതരമായ അണുബാധയ്ക്ക് കാരണമാകുമെന്ന് ഇൻസ്പെക്ടർമാർ ചൂണ്ടിക്കാണിച്ചു. കെട്ടിടത്തിന്റെ സീലിംഗിലും ചുവരുകളിലും സുഷിരങ്ങൾ വീണ നിലയിലായിരുന്നു. നിലവിലെ പോരായ്മകൾ പരിഹരിച്ച് റേറ്റിംഗ് മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി ഉടമകൾ അറിയിച്ചു. നോർവേയെ തകർത്ത് ഇംഗ്ലണ്ട് സെമിയിൽ. ലോകകപ്പിൽ സ്വപ്ന പോരാട്ടത്തിന് വഴിയൊരുങ്ങുന്നു. ആവേശകരമായ ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ സ്വിറ്റ്സർലൻഡിനെ അധിക സമയത്ത് 3-1 പരാജയപ്പെടുത്തി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഇതോടെ ജൂലൈ 16 അറ്റ്ലാന്റയിൽ നടക്കാനിരിക്കുന്ന സെമി ഫൈനൽ പോരാട്ടത്തിന് അർജന്റീനയുടെ എതിരാളികൾ ഇംഗ്ലണ്ടായിരിക്കും. ഇംഗ്ലണ്ട് ക്വാർട്ടർ ഫൈനലിൽ നോർവേയെ 2-1 തകർത്താണ് അവസാന 4-ലെത്തിയത്. കടുത്ത ചൂടും ഹ്യൂമിഡിറ്റിയും നിറഞ്ഞ മിയാമിയിൽ നടന്ന മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടി 23-കാരനായ ജൂഡ് ബെല്ലിംഗ്ഹാമാണ് ഇംഗ്ലണ്ടിന് തകർപ്പൻ വിജയം സമ്മാനിച്ചത്. നോക്കൌട്ട് മത്സരങ്ങളിൽ തുടർച്ചയായി 2 ഗോളുകൾ നേടുന്ന രണ്ടാമത്തെ പ്രായം കുറഞ്ഞ താരമെന്ന സാക്ഷാൽ പെലെയുടെ റെക്കോർഡിനൊപ്പമാണ് ബെല്ലിംഗ്ഹാം എത്തിയത്. മത്സരത്തിൽ നോർവേയുടെ ഹാലൻഡ് നേടിയ ഒരു ഗോൾ വാർ പരിശോധനയിലൂടെ റഫറി നിഷേധിച്ചിരുന്നു. മറുഭാഗത്ത് അർജന്റീനയ്ക്കായി ജൂലിയൻ അൽവാരസ്, ലൗട്ടാരോ മാർട്ടീനസ്, അലക്സിസ് മാക് അലിസ്റ്റർ എന്നിവരാണ് ഗോളുകൾ നേടിയത്. കാൽപന്ത് ലോകം ഏറെ കാലമായി ഉറ്റുനോക്കുന്ന ഇംഗ്ലണ്ട് അർജന്റീന സ്വപ്ന സെമി ഫൈനൽ പോരാട്ടത്തിനാണ് ഇനി അറ്റ്ലാന്റ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മറുഭാഗത്തെ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. UK ഗ്രാജുവേറ്റ് വിസ നിയമത്തിൽ വൻ ഇളവ്. കുട്ടികൾക്കും ഡിപ്പെൻഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കാം. UKയിലെ ഗ്രാജുവേറ്റ് റൂട്ട് വിസയിൽ കഴിയുന്ന വിദേശികൾക്ക് ആശ്വാസമേകുന്ന നിർണായക നിയമ ഭേദഗതി പ്രഖ്യാപിച്ചു. 2026 ഓഗസ്റ്റ് 3 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമപ്രകാരം മാതാപിതാക്കളുടെ ഗ്രാജുവേറ്റ് വിസ കാലാവധിക്കുള്ളിൽ UKയിൽ വെച്ച് ജനിക്കുന്ന കുട്ടികൾക്ക് ഡിപ്പെൻഡന്റ് വിസയ്ക്കായി അപേക്ഷിക്കാൻ സാധിക്കും. ഇതിനായുള്ള പുതിയ നിർദ്ദേശങ്ങൾ ജൂലൈ 9 പാർലമെന്റിൽ സമർപ്പിച്ചു. മുൻപത്തെ നിയമം അനുസരിച്ച് സ്റ്റുഡൻറ് വിസയിലായിരിക്കുമ്പോൾ ഡിപ്പെൻഡന്റ് പദവി ഉണ്ടായിരുന്ന കുട്ടികൾക്ക് മാത്രമേ UKയിൽ തുടരാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ഗ്രാജുവേറ്റ് വിസയിലേക്ക് മാറിയ ശേഷം UKയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നിയമപരമായി പദവി ലഭിക്കാൻ വ്യക്തമായ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നില്ല. ഈ വിടവാണ് പുതിയ ഭേദഗതിയിലൂടെ ഹോം ഓഫീസ് പരിഹരിക്കുന്നത്. പുതിയ നിയമം വഴി കുട്ടിയുടെ വിസ കാലാവധി മാതാപിതാക്കളുടെ വിസയുമായി ബന്ധിക്കപ്പെടും. എന്നാൽ ഈ ഇളവ് UKയ്ക്ക് പുറത്തുനിന്ന് അപേക്ഷിക്കുന്ന കുട്ടികൾക്ക് ബാധകമല്ല. കൂടാതെ ഈ വിസ വഴി നേരിട്ട് സ്ഥിരതാമസത്തിനുള്ള അവകാശം ലഭിക്കുകയുമില്ല. UKയിലെ മലയാളി കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് വിദേശികൾക്ക് ഈ തീരുമാനം വലിയ തണലാകും. ഗാനകോകിലം എസ് ജാനകി അന്തരിച്ചു. വിടവാങ്ങിയത് 6.5 പതിറ്റാണ്ട് നീണ്ട സംഗീത സബരിക്ക് ശേഷം. പ്രശസ്ത ദക്ഷിണേന്ത്യൻ പിന്നണി ഗായിക എസ് ജാനകി അന്തരിച്ചു. മൈസൂരിലെ അപ്പോളോ BGS ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൗസിൽ നടക്കും. മൈസൂർ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 1938 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിലാണ് ശിസ്തില ജാനകി എന്ന എസ് ജാനകിയുടെ ജനനം. 1956 ആകാശവാണി നടത്തിയ അഖിലേന്ത്യാ സംഗീത മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയതോടെയാണ് സംഗീത ലോകത്തേക്ക് വഴി തുറന്നത്. 6.5 പതിറ്റാണ്ട് നീണ്ട സംഗീത ജീവിതത്തിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഉൾപ്പെടെ 17ലധികം ഭാഷകളിലായി 48,000-ൽ പരം ഗാനങ്ങൾ ആലപിച്ചു. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഭരതൻ സംവിധാനം ചെയ്ത ഓപ്പോൾ എന്ന ചിത്രത്തിലെ ഏറ്റുമാനൂരമ്പലത്തിൽ എന്ന വിഖ്യാത ഗാനമാണ് 1981 ജാനകിക്ക് ആദ്യ ദേശീയ അവാർഡ് സമ്മാനിച്ചത്. കൂടാതെ 11 തവണ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും നേടി. പരേതനായ V. രാമപ്രസാദാണ് ഭർത്താവ്. മകൻ പരേതനായ മുരളീകൃഷ്ണ. ജാനകിയമ്മയുടെ വേർപാടിൽ സംഗീത ലോകം ഒന്നടങ്കം അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി.
ബോസ്റ്റണിൽ പ്രസവത്തിനു പിന്നാലെ മലയാളി നേഴ്സ് അന്തരിച്ചു. 4 കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് സഹായം തേടുന്നു. യുകെയിലെ ബോസ്റ്റണിൽ 4ാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയതിന് തൊട്ടുപിന്നാലെ മലയാളി യുവതി ചിഞ്ചു തോമസ് അന്തരിച്ചു. ബോസ്റ്റണിലെ പിൽഗ്രിം ഹോസ്പിറ്റൽ തിയേറ്റർ സ്റ്റാഫ് നേഴ്സായി ജോലി ചെയ്തിരുന്ന ചിഞ്ചു പാലക്കാട് സ്വദേശിനിയാണ്. ഏകദേശം 4 വർഷം മുൻപാണ് ഈ കുടുംബം യുകെയിലെത്തിയത്. 4ാമത്തെ പ്രസവം കഴിഞ്ഞ് വീട്ടിലെത്തിയ ചിഞ്ചുവിന് കടുത്ത അസ്വസ്ഥത അനുഭവപ്പെട്ടെങ്കിലും പാരാമെഡിക്സ് ജീവനക്കാർ എത്താൻ വൈകിയതാണ് ദാരുണമായ മരണത്തിന് കാരണമായതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഭർത്താവ് എമിൽ ജോസിനെയും 3 മക്കളെയും ഏതാനും ദിവസങ്ങൾ മാത്രം പ്രായമുള്ള നവജാത ശിശുവിനെയും തനിച്ചാക്കിയാണ് ചിഞ്ചു വിടവാങ്ങിയത്. ചിഞ്ചുവിൻ്റെ വസതിയിലുള്ള ഡിപ്പെൻഡൻ്റ് ആയതിനാൽ എമിലിനും കുട്ടികൾക്കും യുകെയിൽ തുടരാൻ സാധിക്കുമോ എന്നതിൽ ആശങ്കയുണ്ട്. നിലവിൽ വൻ സാമ്പത്തിക ബാധ്യതയുള്ള ഈ കുടുംബത്തെ സഹായിക്കാൻ കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും അഭ്യർത്ഥന പ്രകാരം യുഗ്മ ചാരിറ്റി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ കൾച്ചറൽ അസോസിയേഷൻ ഓഫ് മലയാളീസ് ബോസ്റ്റണിൻ്റെ സഹകരണത്തോടെ ഒരു ഫണ്ട് ശേഖരണം ആരംഭിച്ചിരിക്കുകയാണ്. ഫണ്ട് ശേഖരണത്തിൻ്റെ ലിങ്ക് ഇതോടൊപ്പം ചേർത്തിരിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും ക്യൂ മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ ക്യൂ മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.